കാല് 2000 മോഡൽ ബുള്ളറ്റ് വഴി തെറ്റിപ്പോയി നേരെ അങ്ങ് പോയിട്ട് ഇവിടെ ഇച്ചിരി ഒച്ചയ്ക്ക് പറഞ്ഞു. ജഗദീഷിൻ്റെ കടാതായിരുന്നു കേട്ടോ. അട്ടിയിടിയാണ്, ജസ്റ്റ് മിസ്സായിരുന്നു. ഇവിടുന്ന് കിട്ടി ഇങ്ങനെ വഴി പോയിരുന്നു. റോഡിൽ ബാക്ക് വീല് കയറി അടയായാൻ കയ്യിലൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ വഴങ്ങിയിട്ട്. സുഹൃത്തുക്കളെ കണ്ടിട്ട് ചാടാ തോന്നുന്നു ഗൈസ്. ഇവിടെയൊക്കെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടംബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നെ ഇത്ര ഓണായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കുറേ കമൻറ്റ് ആൾക്കാർ പറയുകയെല്ലാം ചെയ്തു. പിന്നെ സൗണ്ടിന് ക്ലാരിറ്റി വരെ സൗണ്ട് കേൾക്കുന്നില്ല. അത് ഞാൻ കണ്ട 10 വീഡിയോ ഇട്ടു. 10 വീഡിയോയ്ക്കകത്തും ഇടയ്ക്ക് സൗണ്ട് കൂടി വരും. അങ്ങനെ പറയുമ്പോൾ ചിലതിന് സൗണ്ടൊന്നുമില്ല, സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ഓണായിട്ട് പറയാമെന്ന് വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ചമ്മലുകൊണ്ടായിരിക്കും ഞാൻ പതുക്കെ, ആൾക്കാരൊക്കെ കൊണ്ട് പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് കുറേ പേര് പറഞ്ഞു, കമ്പനിക്കാരന്മാരെല്ലാം പറഞ്ഞു. പിന്നെ വേറെ എന്നാ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എനിക്ക് പുതിയൊരു റൂട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് മേലുകാവ് മുട്ടൻ റൂട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നടക്കൽ റൂട്ട് വേറൊരു പയ്യൻ വന്നുകൊണ്ട് അവനെ പഠിപ്പിച്ച് അവനാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പം ഒരു 5-6 ദിവസം എനിക്ക് ഓട്ടോ ഇല്ലായിരുന്നു. അപ്പം പുതിയൊരു റൂട്ട് കിട്ടി, മേലുകാവ്. അപ്പം അത് ഇന്നലെയും മിനിങ്ങാന്നും ഞാനും അണ്ണച്ചും കൂടെ കടകളെല്ലാം കാണിച്ചു തരാൻ വേണ്ടി ഞാനും അണ്ണച്ചും കൂടാണ് ഓടിയത്. അപ്പം ഇന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടുന്നത്. അപ്പം ഇന്ന് ആ റൂട്ടിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഗൈസ്. അപ്പം ഇനി എടുക്കേണ്ട സാമഗ്രികൾ ബുക്ക്, പേന, കോട്ട്, ഇതടയ്ക്കുക. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീപ്പിനാണ് കേട്ടോ പോകുന്നത്. മഹീന്ദ്രയുടെ ജീപ്പിനാണ് പോകുന്നത് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് കേട്ടോ ജീപ്പ്. എൻ്റെ കാല്. ഓ ഗൈസ്, ജീപ്പ് ഇറക്കിയിട്ടു. ഇനി ഇതിനകത്ത് നിന്ന് ഒരു 20 പെട്ടി ഇതിനകത്ത് കയറ്റണം കേട്ടോ. 20 പെട്ടി 402 പാക്കറ്റ്, 402 പാക്കറ്റ് 45 തൈരും കിട്ടി കേട്ടോ. ഗൈസ്, ഇതിലാ വരുന്ന ഈ കട പാൽ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു 2000 മോഡൽ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേറൊരു ഇതായിട്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, നമ്മൾ അവിടുന്ന് നേരെ വണ്ടി ഓടിച്ച് വന്ന് വഴി തെറ്റിപ്പോയി നേരെ അങ്ങ് പോയിട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ, ഈ കടയിലായിരുന്നു കേട്ടോ പാലിറക്കേണ്ടത്. അപ്പോൾ റിട്ടേൺ വന്ന് അണച്ചീനെ വീഡിയോ കോൾ ചെയ്ത് റിട്ടേൺ വന്നിട്ടാണ് ഈ കട ഒറ്റ ദിവസം വന്നിട്ടാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണ്, ഇതിൻ്റെ സ്ഥലത്തിൽ തന്നെ കുരിശിങ്കിലാട്ടോ. ഇവിടെ ഏതൊക്കെ ഇവിടെ ചേട്ടാ ഷൂട്ട് ചെയ്തേക്കുന്നത്? ഇച്ചിരി ഒച്ചയ്ക്ക് പറഞ്ഞു. കഥ പറയുമ്പോൾ പിന്നെ സമസ്തകാരണം പിയോ, പാപ്പിയപ്പച്ചൻ, സ്വർഗം, പിന്നെ ഈ ആറ്റിപ്പുഴ അടുത്തേക്ക് പോയത് തിരുവനന്തപുരം മിസ്റ്റർ ബംഗാൾ അതൊക്കെ ഇവിടെ അടുത്ത്. കഥ പറയുമ്പോൾ മുകേഷിൻ്റെ കട അതായിരുന്നല്ലേ? ജഗദീഷിൻ്റെ കട അതായിരുന്നു കേട്ടോ. നമ്മുടെ അവൻ്റെ കടയോ ഏതാ? വ്യത്യസ്തനാമരും എന്ന് പറഞ്ഞ പാട്ട് പിടിക്കുന്നത് ഇവിടെ വെച്ചാട്ടോ, ഈ ലൊക്കാലിറ്റി വെച്ചാ. ഇവിടെ കേട്ടോ കേട്ടോ പുറത്തെ കട. ഇത് നമ്മുടെ ജഗദീഷിൻ്റെ കടയായിരുന്നു. ചേട്ടൻ്റെ പേര് പറ. ഗോകുലം കടയിലെ ഓണർ കേട്ടോ. ചുമ്മാ ഒന്ന് ബ്രേക്കാ കാലി വെക്കുമ്പോൾ ഒരു അട്ടി ഇടിയാ പെട്ടി വന്നിട്ട് അങ്ങനെയിട്ട്. ഗൈസ്, അതല്ല കേട്ടോ വേറൊരു സംഭവം പറയാനുള്ള കാരണം, നിർത്താനുള്ള കാരണം, ഞാൻ ഫോൺ ഈ പോക്കറ്റ് ഇട്ടേക്കുമായിരുന്നു. അവിടുത്തെ കടയിൽ നിന്ന് പാല് വെച്ചിട്ട് ഈ പോക്കറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ജീപ്പയിൽ ഇങ്ങനെ കാലിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. എനിക്ക് എന്തോ സാധനം ഊർന്നൂർന്നു തോന്നുന്നു. പെട്ടെന്ന് ചാടി കയറി പിടിച്ചപ്പോൾ കൈ കിട്ടി കേട്ടോ. ജസ്റ്റ് മിസ്സായിരുന്നു. ഇവിടുന്ന് കിട്ടി ഇങ്ങനെ വഴി പോയിരുന്നു. റോഡിൽ ബാക്ക് വീല് കയറി അടയായാൻ. ഗൈസ്, നമ്മളിപ്പോൾ 3 കേട്ടോ. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ, വണ്ടി നിർത്താൻ മെയിൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവനുണ്ടല്ലോ ഈ സാധനം. ഞാൻ ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങിയിട്ടൊരു അരമണിക്കൂറോളമായി. അരമണിക്കൂറിൽ എനിക്ക് കയ്യിലൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ വഴങ്ങിയിട്ട്. ഇപ്പോൾ ആയി കേട്ടോ. ഓടിക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ ഇങ്ങനെ കയറ്റിയിട്ട് ഓടിച്ചിട്ടില്ല. എൻ്റെ കാല് ഇവിടെ ഇരിക്കുന്നത്, മുട്ട്, വയറ് ഇവിടെയും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ പെട്ടിരിക്കുന്നതിന് പറ്റത്തില്ല എന്ന് തോന്നുന്നു. കയറ്റിയിട്ടാട്ടോ ഓടിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടിക്കുന്നത്. ആദ്യം പാടായിരുന്നു, ഇനിയിപ്പം കുഴപ്പമില്ല കേട്ടോ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ചിതരൻ പറയുന്ന പോലെ, ചിതരൻ അറിയത്തില്ല, അവൻ പറയുന്ന പോലെ, സുഹൃത്തുക്കളെ എൻ്റെ പൊന്ന് ഗായ്സ് നോക്കി കാഴ്ച. ഓ ഗായ്സ്, ഇത് ഫുള്ള് ഉരുളങ്കല്ല കേട്ടോ. നമ്മൾ വിലയ്ക്ക് മേടിക്കുന്ന സാധനം ഇവിടുത്തെ ചുമ്മാ കിടക്കണം. എൻ്റെ പൊന്നെ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് പൂ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അടിപൊളിയാണ്. പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇരിക്കുന്ന സ്പോട്ട് 3 കേട്ടോ. എൻ്റെ പൊന്നെ കണ്ടിട്ട് ചാടാൻ തോന്നുന്നു ഗൈസ്. പക്ഷേ
എനിക്ക് നീന്തൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. അത് ഫുള്ള് ഉരുളങ്കല്ല. അവിടെയൊക്കെ വന്നൊരു ബാർബിക്യൂ അടിക്കണം എന്ന സെറ്റപ്പ് ആയിരിക്കും. കണ്ണുനീര് പോലത്തെ വെള്ളം. ഞാൻ മഴ കാരണം ഞാൻ ഓർത്ത് കലങ്ങി ഇതായിട്ടാണ് വരുന്നതെന്ന് ഓർത്ത്, പക്ഷേ അല്ല കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെയൊക്കെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ ഏരിയ നല്ല ആഴമുണ്ട്. കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നു ഗൈസ്. പക്ഷേ സമയമുണ്ട്, നമുക്ക് ഇനി സമയമുണ്ട്, കാരണം 2 കടയുള്ളൂ. എന്താ പിന്നെ രസമാണ് ഗൈസ്. കറക്റ്റ് പാലമാണ് കേട്ടോ, പാലത്തേല ഗൈസ്. വണ്ടി ഒരു പാലത്ത് നിൽക്കാൻ പാടില്ല, നമ്മൾ മാക്സിമം ഒതുങ്ങി പോവുക. പിന്നെ കാഴ്ചയല്ലേ, ഫുള്ള് ഉരുളങ്കല് ഗൈസ്. നമ്മുടെ വണ്ടി ഇനി എടുത്ത് ഇനി പോകുമ്പോൾ വേറൊരു സംഭവമുണ്ട്, അവിടെ പോകുമ്പോൾ നിർത്തി കാണിക്കാം കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി കാഴ്ച കാണാം ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് പിന്നെയും വണ്ടി നിർത്തി. ഇത് കേട്ടോ വെള്ളച്ചാട്ടം, ഇങ്ങനെ പോവാട്ടോ. വരുന്ന നോക്കി മേളിൽ നിന്ന് ഒഴുകി ഗൈസത്തിനടിയിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോവാട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഗൈസ് നമ്മൾ വരുന്ന വഴിക്ക് പിന്നെയും വണ്ടി നിർത്തി. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ഫോണിപ്പോൾ പോയാൽ ഗൈസ് നോക്കിക്കേ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇതിങ്ങനെ മേളിൽ നിന്ന് ഒഴുകി ഇതിൻ്റെ അടിയിൽ കൂടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ കൂടി ഗൈസ്. ഇത് രസമാണ് നോക്കി. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോവാ കേട്ടോ. ജീപ്പ് അതേസമയം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓട്ടോ വന്നിട്ടാ കേട്ടോ, ഉച്ചയ്ക്ക് പറഞ്ഞ് ഗൈസ്. എൻ്റെ കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു എനിക്ക് സംസാരിക്കുമ്പോൾ സൗണ്ട് ഇല്ല എന്ന്. ഓ ഗൈസ്, സൗണ്ട് ഇല്ല, അപ്പോൾ അതൊന്ന് നികത്തണം കേട്ടോ. അതിനാട്ടോ ഞാൻ ഒച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഓ ഗൈസ്, നമ്മളങ്ങനെ സെയിലെല്ലാം കഴിഞ്ഞ് MES വില തിരിച്ചു വന്നു. ഇവിടുത്തെ നമ്മുടെ ഈ കട റംസാൻ എന്ന് പറഞ്ഞ കടയിൽ കയറി വലിയ ലൈറ്റായിട്ട് വല്ലതും കഴിക്കണം കേട്ടോ. എന്നിട്ട് വേണം വീട്ടിലോട്ട് കയറാൻ. ഗൈസ് കടയ്ക്കകത്ത് കയറി കേട്ടോ. ഇത് ചേട്ടൻ, ഇതനിയൻ. ഒന്ന് പറയാം, ഞാൻ പോലോ ഫൈസൽ കരീം കേട്ടോ. നിൻ്റെ ചേട്ടനല്ലേ അത്? ചേട്ടൻ്റെ പേര് നസീറുദ്ദീൻ കേട്ടോ. ആസാമല്ലേ? ആസാം ആത്മീകളാട്ടോ. നാരങ്ങളോ ഒക്കെ. നമ്മളിവിടെ ക്യാഷ് കൊടുത്ത് അടയ്ക്കാൻ വന്നപ്പോഴത്തേക്കും കണ്ടോ കേട്ടോ, മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു. ഏതാ അതിനാ അത് തുടങ്ങുവാണോ അപ്പം? നമ്മൾ പോയി കിടക്കണോ? വണ്ടി കൂടെ ഇട്ടാൽ മതി. അപ്പോൾ സെയിൽ ചെയ്യുന്ന ആര്? അവിടെ അവർ ആണോ? വടനാട് പള്ളിയിലോ? അതെ, ഭരണങ്ങാൻ. അവിടെ പള്ളിപ്പെരുന്നാണല്ലോ. ശരി. അപ്പോൾ നമ്മൾ കൊണ്ടിടണോ അതോ? അപ്പോൾ രാത്രിയാകുമ്പോൾ വണ്ടി അവിടെ തന്നെ കിടക്കണോ? കിടക്കും. ഓ ഗൈസ്, ഭയങ്കര പവറല്ലേ? ഇല്ല ആണോ? ഓ ഗൈസ്, ആ കയറ്റം കയറത്തില്ലെന്ന് കേട്ടോ പറയുന്നത്. കയറ്റം കയറത്തില്ല അല്ലേ? ശരി. ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് പോവാ. അപ്പോൾ ലോഡ് എങ്ങനെ പിറ്റേ ദിവസം? അത് ശരി. ജീപ്പിന് കൊടുത്താൽ മതി. ഓ ഗൈസ്, ചങ്കെത്തി കേട്ടോ. ഓ ഗൈസ്, അതെന്നാ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ആ ഓട്ടോയിൽ ചേട്ടൻ പറഞ്ഞത്, അതായത് ഭരണങ്ങാനത്ത് പെരുന്നാളാണ്, പള്ളിപ്പെരുന്നാൾ വരുക. അപ്പം ഈ 2 വണ്ടിയും, ആ ഇലക്ട്രിക് വണ്ടി 2ഉം കൊണ്ട് അവിടെ ഇടാനാണ്. അവിടെ ഇട്ട് ഐസ്ക്രീം സെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവരോട് ഇടാൻ പറഞ്ഞു അവിടെ കൊണ്ട്. അങ്ങനെ വണ്ടി എടുത്തതാണ് കേട്ടോ. അവിടെ വന്ന് അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ ഫുള്ള് സെയിൽ ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം. പള്ളിപ്പെരുന്നാളാണ് ഭരണങ്ങാനത്ത്. അപ്പോൾ അത് സെയിൽ ചെയ്യാൻ വേണ്ടി വണ്ടി അവിടെ ഇടാൻ വേണ്ടിയുള്ള കാര്യം കേട്ടോ. നേരത്തെ വന്നു ഒരു കമ്പനിക്കാരനൊരുത്തം മരിച്ചു, കാണാൻ പോയ. വയസ്സ് നമ്മുടെ കൂട്ടുകാരനൊരുത്തം മരിച്ചു കേട്ടോ ഇന്ന് രാവിലെ.
നമ്മളെ +1 +2 ഒരുമിച്ച് പഠിച്ച കാഞ്ഞിരപ്പള്ളിക്കാരൻ. അപ്പം രാവിലെ ഉറങ്ങിക്കിടക്കുക, ഇന്നലെ ചോറ് കൊണ്ടിട്ട് കിടന്ന് ഉറങ്ങിയെന്നാണ് പറഞ്ഞ ആളിയൻ. രാവിലെ എഴുന്നേറ്റ് മരിച്ചു കിടക്കുമായിരുന്നു.